ഹായ് മക്കളെ, നമ്മുടെ ഓൾ ഇന്ത്യ MCC അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യട്ടെ. ആദ്യമായിട്ട് പറയാനുള്ള സൈറ്റിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യുന്ന കാര്യത്തിലും ചോയ്സ് ഫില്ലിങ്ങിന്റെ കാര്യത്തിലൊക്കെ ചില ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഇന്നോട് കൂടിയിട്ട് സൈറ്റ് പൂർണ്ണമായും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സജ്ജമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വെയിറ്റ് ചെയ്യുക. പിന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പേയ്മെന്റ് ചെയ്യുന്ന അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അക്കൗണ്ട് ആയിരിക്കണം. മറ്റുള്ളവരുടെ അക്കൗണ്ട് ആയുള്ള പ്രശ്നം എന്താ? ഏതെങ്കിലും കാരണവശാൽ റീഫണ്ട് ഉണ്ടെങ്കിൽ അത് വരുന്നത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാനും ആ റീഫണ്ട് കിട്ടാനൊക്കെ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. പരമാവധി നിങ്ങളുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ അടുത്ത റിലേറ്റീവ്സിന്റെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സിൽ നിന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ട്, എങ്ങനെയാണ് സാർ ചോയ്സ് ഫില്ലിംഗ് ചെയ്യുക? ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ക്വിക്കായിട്ട് ഞാൻ പറയാം. 3 രീതിയിലുള്ള കാര്യങ്ങളാണ് ചോയ്സ് ഫില്ലിംഗിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ പറയാം, 3 കാറ്റഗറി ആയിട്ട് ചെയ്യാം. എലിവേറ്റഡ്, ഫീസിബിൾ, ഇൻഫീരിയർ. എലിവേറ്റഡ്, ഫീസിബിൾ, ഇൻഫീരിയർ എന്നുള്ള വേർഡ്സ് ഒന്നും ഇതിൽ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഞാൻ അതിന് ഉപയോഗിക്കുന്ന ടേംസ് ആണ് 3 എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രധാനമായിട്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുടെ മുകളിലുള്ള കോളേജുകൾ. ഉദാഹരണത്തിന് നിങ്ങളുടെ റാങ്ക് 16,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 16,000ന്റെ മുകളിലുള്ള മികച്ച കോളേജുകളാണ് എലിവേറ്റഡ് ലിസ്റ്റ് പെടുത്തേണ്ടത്. അപ്പോൾ അത് എല്ലാവരും കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് നല്ല കോളേജുകൾ മുകളിൽ വെച്ചേക്കുക. പ്രധാനമായിട്ടും എലിവേറ്റഡ് ലിസ്റ്റ് നമ്മൾ പെടുത്തുന്ന ഏതൊക്കെയാ? എയിംസിന്റെ കോളേജുകൾ, മെറ്റാ എയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ നിങ്ങൾക്ക് ChatGPT ഏതിൽ വേണം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് എയിംസ് കോളേജസിന്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ നിങ്ങളുടെ ചോയ്സും കൂടുതൽ പ്രധാനമാണ്. അങ്ങനെ എലിവേറ്റഡ് ലിസ്റ്റിലുള്ള എയിംസ്, ജിപ്മർ പോലെ കോളേജുകൾ ആദ്യം വെക്കുക. പിന്നെ കേരളത്തിലെ നമ്മുടെ ട്രിവാൻഡ്രം, കോഴിക്കോട് പോലുള്ള മികച്ച കോളേജുകൾ വെക്കുക. ഇത് എത്ര വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതാണ് എലിവേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ റാങ്കിന് മുകളിലുള്ള കിട്ടാൻ സാധ്യത കുറച്ച് മുകളിലുള്ള കോളേജുകൾ. രണ്ടാമതാണ് ഫീസിബിൾ ലിസ്റ്റ്. ഇത് വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തെ റാങ്ക്, അതായത് പ്രീവിയസ് റാങ്കിൽ നോക്കിയിട്ട് തമിഴ്നാടോ കർണാടക ആന്ധ്രയിലോ നിങ്ങൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലാണോ, നിങ്ങളുടെ റാങ്ക് 13,000 ആണെങ്കിൽ ഈ 13,000 എവിടെ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് വളരെ കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഈ ലിസ്റ്റിനെയാണ് ഫീസിബിൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലും. ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് വെക്കേണ്ടത്. അതിന്റെ താഴെയാണ് നമുക്ക് ലോവർ ലിസ്റ്റ് വെക്കേണ്ടത്. ലോവർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് കാലിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും അഥവാ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എവിടത്തേക്കാണ് പോകുക? അത് നിങ്ങൾ ഏതാണ് താഴെ ആഡ് ചെയ്യുന്നത്? തൃശ്ശൂരാണോ, മഞ്ചേരിയാണോ, കണ്ണൂരാണോ? നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ 3 തരത്തിൽ, ഒന്നുകൂടെ പറയാം, എലിവേറ്റഡും അതേപോലെ തന്നെ ഫീസിബിളും അതേപോലെ തന്നെ ഇൻഫീരിയർ ലിസ്റ്റും ആക്കിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ കോഴ്സ് ശ്രദ്ധിക്കണം. BSc നഴ്സിംഗ് ഉണ്ട്, BDSc ഉണ്ട്, MBBS ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം കോഴ്സ് കൊടുക്കണം. തെറ്റിപ്പോരുത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക്